ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ കുറച്ച് പോയിന്റ്സുകളെ കുറിച്ചാണ്. ഈ പുസ്തകം കേവലം ഒരു സാമ്പത്തിക ഗ്രന്ഥമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെയും മനോഭാവത്തെയും പരിവർത്തനം ചെയ്യാനുള്ള ഒരു ശക്തമായ ആയുധമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ ശക്തിയെ ഉണർത്താനും ഭയം, സംശയം തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളെ അതിജീവിക്കാനും ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നു. ആഗ്രഹത്തെ വിശ്വാസമാക്കി വളർത്താനും വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും സ്ഥിരോത്സാഹത്തിലൂടെ വിജയം കൈവരിക്കാനും ഈ പുസ്തകം നിങ്ങൾക്ക് വഴികാട്ടിയാകും. ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്കും നിങ്ങൾ പുതിയ ഒരാളായിരിക്കും, കൂടുതൽ ആത്മവിശ്വാസമുള്ള, ലക്ഷ്യബോധമുള്ള, വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരാൾ. തീവ്രമായ ആഗ്രഹം, ബേണിംഗ് ഡിസയർ, വെറുമൊരു താല്പര്യമോ ആഗ്രഹമോ അല്ല ഇവിടെ നെപ്പോളിയൻ ഹിൽ ഉദ്ദേശിക്കുന്നത്. അതൊരു ജ്വലിക്കുന്ന തീ പോലെ നിങ്ങളുടെ ഉള്ളിൽ ആളിക്കെത്തുന്ന ഒരു ശക്തമായ അഭിലാഷമാണ്. ഈ ആഗ്രഹം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് രാവും പകലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാനുള്ള ഊർജം ഇത് നിങ്ങൾക്ക് നൽകുന്നു. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നു. ഒരു ഉദാഹരണം നോക്കാം. ഒരു യുവ കലാകാരന് ലോകപ്രശസ്തനായ ഒരു ചിത്രകാരനാകാൻ അതിയായ ആഗ്രഹമുണ്ട്. ഇതൊരു വെറും സ്വപ്നമല്ല, അവന്റെ ഓരോ ശ്വാസത്തിലും ആ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. അവൻ ഉറങ്ങുന്നതും ഉണരുന്നതും തന്റെ ചിത്രങ്ങളെക്കുറിച്ചാണ്. നിറങ്ങളും വരകളും അവന്റെ ലോകമാണ്. ഈ തീവ്രമായ ആഗ്രഹം അവനെ മണിക്കൂറുകളോളം ചിത്രം വരയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു, വിമർശനങ്ങളെ അവഗണിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രചോദിപ്പിക്കുന്നു. ലക്ഷ്യബോധത്തിന്റെ വ്യക്തത, ഡെഫിനിറ്റ്നെസ് ഓഫ് പർപ്പസ്. നിങ്ങളുടെ ആഗ്രഹം എത്ര ശക്തമാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് നേടേണ്ടതെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ അത് ഒരു ദിശയില്ലാത്ത യാത്ര പോലെയാകും. ലക്ഷ്യബോധത്തിന്റെ വ്യക്തതയെന്നാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയണം എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു പ്രത്യേക തീയതിക്കുള്ളിൽ ഒരു പ്രത്യേക അളവിൽ നേടാൻ കഴിയുന്ന ഒന്നായിരിക്കണം. വെറുതെ സമ്പന്നനാകണം എന്ന് പറയുന്നതിനു പകരം അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ സമ്പാദിക്കണം എന്ന് വ്യക്തമാക്കുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു രൂപവും ഭാവവും ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം, ഒരു വ്യക്തിക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. വെറുതെ ഒരു ബിസിനസ് തുടങ്ങുക എന്നതിലുപരി അവൻ ഏതു തരത്തിലുള്ള ബിസിനസ്സാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം എന്തായിരിക്കും, അവന്റെ ലക്ഷ്യം എന്താണ്. ഉദാഹരണത്തിന്, ആദ്യ വർഷം ഇത്ര ഉപഭോക്താക്കളെ നേടുക, ഇത്ര വരുമാനം നേടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ഈ വ്യക്തത അവനെ കൃത്യമായ ദിശയിലേക്ക് നയിക്കാനും അതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കും. തീവ്രമായ ആഗ്രഹവും ലക്ഷ്യബോധത്തിന്റെ വ്യക്തതയും ഒരുമിക്കുമ്പോൾ അത് ഒരു ശക്തമായ ശക്തിയായി മാറുന്നു. ജ്വലിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് ഊർജം നൽകുമ്പോൾ വ്യക്തമായ ലക്ഷ്യബോധം ആ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. ഈ 2 ഘടകങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതു വലിയ നേട്ടവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഓർക്കുക, വ്യക്തമായ ലക്ഷ്യവും അതിയായ ആഗ്രഹവുമാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ശക്തമായ ചുവട്. വിശ്വാസം, ഫെയ്ത്ത്. വിശ്വാസം എന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും അവ നേടിയെടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും കുറിച്ചുള്ള അചഞ്ചലമായ ഉറപ്പാണ്. ഇത് കേവലം ഒരു പ്രതീക്ഷയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ദൃഢമായ ബോധ്യമാണ്. ഒരു വിത്ത് മണ്ണിൽ വീണ് മുളപൊട്ടാൻ തുടങ്ങുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ജീവൻ നൽകുന്നത് ഈ വിശ്വാസമാണ്. നിങ്ങൾക്ക് സ്വന്തമായി വിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാൻ ഈ വിശ്വാസം നിങ്ങളെ സഹായിക്കും. സംശയത്തിന്റെയും ഭയത്തിന്റെയും നിഴലുകൾ നിങ്ങളുടെ മനസ്സിനെ മൂടുമ്പോൾ വിശ്വാസം ഒരു പ്രകാശമായി മുന്നോട്ട് നയിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഒരു യുവ സംഗീതജ്ഞൻ തന്റെ സംഗീതത്തിൽ ലോകം കീഴടക്കാൻ സ്വപ്നം കാണുന്നു. പലരും അവനെ നിരുത്സാഹപ്പെടുത്തിയേക്കാം, അവസരങ്ങൾ കുറവായിരിക്കാം. എന്നാൽ അവന്റെ കഴിവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ അവൻ കഠിനാധ്വാനം ചെയ്യുകയും തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഈ വിശ്വാസമാണ് അവനെ പ്രതിബന്ധങ്ങളെ മറികടന്ന് മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത്. സ്വയം സൂചന, ഓട്ടോ സജഷൻ. സ്വയം സൂചന എന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകളും പ്രസ്താവനകളും ആവർത്തിച്ച് നൽകുന്ന പ്രക്രിയയാണ്. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഫലങ്ങളെയും സ്വാധീനിക്കുന്നതിനാൽ പോസിറ്റീവായ സ്വയം സംഭാഷണം നമ്മുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ സ്വയം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമായി കണക്കാക്കാൻ തുടങ്ങുന്നു. എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ കഴിവുള്ളവനാണ്, എന്റെ ലക്ഷ്യം ഞാൻ നേടിയെടുക്കും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ ആവർത്തിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം, ഒരു വിദ്യാർത്ഥിനിക്ക് പരീക്ഷയെക്കുറിച്ച് ഭയമുണ്ട്.
അവൾ നിരന്തരം എനിക്കിത് ഓർമ്മിക്കാൻ കഴിയില്ല, ഞാൻ പരാജയപ്പെട്ടു പോകും എന്ന് സ്വയം പറയുന്നു. ഇത് അവളുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ ഇതിനു പകരം എനിക്ക് നന്നായി പഠിക്കാൻ കഴിയും, എനിക്കെല്ലാ ഉത്തരങ്ങളും അറിയാം, ഞാൻ വിജയിക്കും എന്ന് സ്വയം പറഞ്ഞാൽ അത് അവളുടെ മാനസികാവസ്ഥയെ മാറ്റുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കാൻ സഹായിക്കുകയും ചെയ്യും. വിശ്വാസവും സ്വയം സൂചനയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ പോസിറ്റീവായ സ്വയം സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ആ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. ഈ രണ്ട് ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ വിശ്വസിക്കുക, പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുക, വിജയം നിങ്ങളെ തേടിയെത്തും. പ്രത്യേക വൈദഗ്ധ്യം, സ്പെഷ്യലൈസ്ഡ് നോളജ്. നിങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യം എന്തായിരുന്നാലും അതിനെക്കുറിച്ച് ആഴത്തിലുള്ളതും പ്രത്യേകവുമായ അറിവ് നേടേണ്ടത് അത്യാവശ്യമാണ്. വെറുതെ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നതും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അതിനുള്ള വൈദഗ്ധ്യം നേടുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, വിദഗ്ധരുമായി സംസാരിക്കുക, പരിശീലനം നേടുക എന്നിവയിലൂടെ നിങ്ങൾക്ക് ഈ പ്രത്യേക അറിവ് നേടാനാകും. ഈ അറിവ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുകയും അതിനായുള്ള ശരിയായ വഴികൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒരു വിദഗ്ധന് തന്റെ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് അവൻ നേടിയെടുത്ത പ്രത്യേക അറിവും അതിലൂടെ ലഭിച്ച വൈദഗ്ധ്യവും കൊണ്ടാണ്. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾക്ക് ഒരു വിജയകരമായ സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിനെക്കുറിച്ചും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെക്കുറിച്ചും വിപണന തന്ത്രങ്ങളെക്കുറിച്ചും ബിസിനസ് നടത്തിപ്പിനെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഈ പ്രത്യേക വൈദഗ്ധ്യം നേടുന്നതിലൂടെ മാത്രമേ അയാൾക്ക് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. ഭാവന, ഇമാജിനേഷൻ. ഭാവന എന്നത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ്. നെപ്പോളിയൻ ഹിൽ ഭാവനയെ 2 തരത്തിൽ വിവരിക്കുന്നു. സംയോജിത ഭാവന, സിന്തറ്റിക് ഇമാജിനേഷൻ, അവിടെ നിലവിലുള്ള ആശയങ്ങളെ കൂട്ടിച്ചേർത്ത് പുതിയവ സൃഷ്ടിക്കുന്നു. കൂടാതെ സൃഷ്ടിപരമായ ഭാവന, ക്രിയേറ്റീവ് ഇമാജിനേഷൻ, അവിടെ പുതിയ പ്രചോദനങ്ങളും ഉൾക്കാഴ്ചകളും ലഭിക്കുന്നു. വിജയം ദൃശ്യവൽക്കരിക്കുക എന്നത് നിങ്ങളുടെ ലക്ഷ്യം നേടിയതിനു ശേഷമുള്ള അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി കാണുക എന്നതാണ്. നിങ്ങൾ ആ വിജയം ആസ്വദിക്കുന്നതായും അതിന്റെ സന്തോഷം അനുഭവിക്കുന്നതായും സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം, ഒരു കായിക താരം ഒരു സ്വർണ്ണ മെഡൽ നേടാൻ ആഗ്രഹിക്കുന്നു. അവൻ ഓരോ ദിവസവും തന്റെ പരിശീലനത്തിനിടയിൽ മെഡൽ നേടിയതിനു ശേഷമുള്ള സന്തോഷം മനസ്സിൽ കാണുന്നു. അവൻ പോഡിയത്തിൽ നിൽക്കുന്നതും ദേശീയഗാനം കേൾക്കുന്നതും ആളുകൾ അവനെ അഭിനന്ദിക്കുന്നതും അവൻ സങ്കല്പിക്കുന്നു. ഈ ദൃശ്യവൽക്കരണം അവന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനും പ്രചോദനം നൽകുന്നു. പ്രത്യേക വൈദഗ്ധ്യവും ഭാവനയും ഒരുമിക്കുമ്പോൾ അത് വിജയത്തിനുള്ള ശക്തമായ ഒരു കൂട്ടുകെട്ടായി മാറുന്നു. പ്രത്യേക അറിവ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അടിത്തറ നൽകുമ്പോൾ ഭാവന നിങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ വ്യക്തവും ആകർഷകവുമാക്കുന്നു. ഈ 2 ഘടകങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, അറിവും ഭാവനയും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളുടെ വാതിലുകൾ തുറക്കുന്നു. ഒരു യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് അതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് പോലെ ഏതൊരു വലിയ ലക്ഷ്യം നേടുന്നതിനും വ്യക്തമായ ഒരു പദ്ധതിയും അതിൽ ഉറച്ചു നിൽക്കാനുള്ള മാനസിക ദൃഢതയും അനിവാര്യമാണ്. സംഘടിത ആസൂത്രണം, ഓർഗനൈസ്ഡ് പ്ലാനിംഗ്. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നാലും അതിനെ എങ്ങനെ നേടിയെടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി നിങ്ങൾക്കുണ്ടായിരിക്കണം. വെറുതെ സ്വപ്നം കാണുന്നതിന് പകരം ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ഓരോ ചുവടുകളും നിങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുക. ഓരോ ഘട്ടവും പൂർത്തിയാക്കാനെടുക്കുന്ന സമയം നിർണ്ണയിക്കുക. അതിനുവേണ്ടുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു ചിട്ടയായ പദ്ധതി നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ എളുപ്പമാക്കുകയും വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾക്ക് ഒരു പുതിയ പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ട്. അവന്റെ പദ്ധതി ഇങ്ങനെയായിരിക്കാം: ആദ്യ മാസം പുസ്തകത്തിന്റെ ഇതിവൃത്തം തയ്യാറാക്കുക, അടുത്ത 3 മാസത്തിനുള്ളിൽ ഓരോ അധ്യായവും എഴുതി തീർക്കുക, തുടർന്ന് 1 മാസം എഡിറ്റിംഗിനും പ്രൂഫ് റീഡിംഗിനുമായി മാറ്റിവെക്കുക, അതിനുശേഷം ഒരു പ്രസാധകനെ കണ്ടെത്തുക. ഇത്തരത്തിലുള്ള ഒരു ചിട്ടയായ ആസൂത്രണം അവന്റെ ലക്ഷ്യത്തെ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ സഹായിക്കും. തീരുമാനം, ഡെസിഷൻ. ഒരു നല്ല പദ്ധതി ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പദ്ധതി നടപ്പാക്കാൻ നിങ്ങൾ ഉറച്ച ഒരു തീരുമാനമെടുക്കണം. പലപ്പോഴും ആളുകൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടാകും, മികച്ച പദ്ധതികൾ ഉണ്ടാകും, പക്ഷെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അത് പൂർത്തിയാക്കാനുമുള്ള മാനസികമായ ദൃഢത കുറവായിരിക്കും. ഭയമോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറച്ചാൽ അതിൽ നിന്ന് പിന്മാറരുത്. ഒരു ഉദാഹരണം,
ഒരു സംരംഭകൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. അവൻ അതിനായുള്ള എല്ലാ പഠനങ്ങളും നടത്തി മികച്ച ഒരു പദ്ധതി തയ്യാറാക്കി. എന്നാൽ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് പലരും അവനോട് സംശയം പ്രകടിപ്പിക്കുന്നു, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നു. ഈ സാഹചര്യത്തിൽ അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ടു പോകാൻ ധൈര്യം കാണിക്കുകയും ചെയ്താൽ മാത്രമേ അവന് വിജയം കൈവരിക്കാൻ സാധിക്കൂ. സംഘടിത ആസൂത്രണവും ദൃഢമായ തീരുമാനവും ഒരുമിക്കുമ്പോൾ അത് വിജയത്തിലേക്കുള്ള ശക്തമായ ഒരു പാത തുറക്കുന്നു. വ്യക്തമായ പദ്ധതി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയാകുമ്പോൾ ഉറച്ച തീരുമാനം ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, വിജയത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളും ചിട്ടയായ പ്രവർത്തനങ്ങളും അതിലുപരി ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാനസിക ദൃഢതയും അനിവാര്യമാണ്.